അമ്മാവനാണല്ലോ. എന്താ ഈ നേരത്തൊന്നും അറിയില്ല. ആ അമ്മാവ. മോനെ കണ്ണ, മേഘനൊരു ആക്സിഡന്റിൽ പെട്ടടാ. കേടായ നിന്റെ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയത് അവനാണല്ലോ. ആ കാറിന്റെ പിന്നില് ഒരു ലോറി തട്ടി. എന്നിട്ട് അവനിപ്പോ ഓപ്പറേഷൻ തിയേറ്ററില, കുറച്ച് ക്രിട്ടിക്കലാ. ദുർഗയും മഞ്ജു ഒന്ന് ഇപ്പൊ ഇതറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാ അവര് നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. നാളെ രാവിലെ എല്ലാവരോടും ഇത് പറഞ്ഞാ മതി. ശരി മാവ. കാലദോഷം അല്ലാതെ എന്തു പറയാനാ മോനെ. എന്താ കണ്ണേട്ടാ? മേഘനൊരു ആക്സിഡന്റ് പറ്റിയെന്നാ അമ്മാവൻ വിളിച്ചു പറഞ്ഞത്. എന്റെ കാറും കൊണ്ടവൻ വർക്ക്ഷോപ്പിലേക്ക് പോയതാണല്ലോ. അപ്പോ അതിന്റെ പിന്നിലൊരു ലോറി തട്ടിയെന്ന്. നമുക്കങ്ങോട്ട് പോണ്ടേ? ഞാൻ പെട്ടെന്ന് വേഷം മാറാം. ഏയ് വേണ്ട മഹി. നമ്മളങ്ങോട്ട് പുറപ്പെട്ടാല് മഞ്ജു അമ്മയ്ക്കിത് അറിയും. അവരാരും ഇപ്പോഴത് അറിയിക്കേണ്ടെന്നാ അമ്മാവൻ പറഞ്ഞത്. അത് മാത്രമല്ലടാ, അന്നത്തെ എൻ്റെ ആക്സിഡന്റിന് ശേഷം അത്തരം വാക്കുകൾ കേൾക്കുന്ന പോലും എനിക്ക് താല്പര്യമില്ല. എന്ന് മാത്രമല്ല, അവനിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററില്ല. നമ്മൾ ചെന്നാലും അവനെ കാണാൻ പറ്റില്ല. മേഘന സീരിയസ് ആണോ കണ്ണേട്ടാ? ആ, കുറച്ച് ക്രിട്ടിക്കലാണെന്ന് അമ്മ പറഞ്ഞത്. എന്നാലും എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയപ്പോഴാണല്ലോ അവന് ഈ ആക്സിഡന്റ് ഉണ്ടായത്. എനിക്ക് വരേണ്ട അപകടം വഴിമാറിപ്പോയതാണെന്നാ എൻ്റെ സംശയം. എങ്ങനെയായാലും അവൻ അപകടം ഉണ്ടായത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് പതിവില്ലാതെ അമ്മാവൻ ഇങ്ങോട്ട് വന്നത്. ആ അതെ, സാധാരണ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറുള്ളൂ. ഇന്ന് ധൃതിയിലങ്ങ് പോയല്ലോ. ഇനിയും ഈ വാർത്ത കേട്ടിട്ട് പോയതാണോന്ന് അറിയില്ല. താനെപ്പോഴെങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പത്രം നോക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ടി വി ഞാൻ അധികം കാണാറില്ല. വയ്യടോ, പത്രം നോക്കുമ്പോൾ ആദ്യ പേജില് ഇതുപോലുള്ള വാർത്തകൾ അധികവും. ആ സമയത്ത് അന്നത്തെ ആക്സിഡന്റും എൻ്റെ അച്ഛൻ്റെ നിലവിളിയൊക്കെ കാതിലേക്ക് കടന്നു വരും. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്നുവെച്ചാ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പല്ല അപകടം ഉണ്ടായത്. എല്ലാം ഓർത്തു വയ്ക്കുന്ന പ്രായത്തില. ഞാൻ പറഞ്ഞല്ലോ മഹി, താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചത് എൻ്റെ അമ്മയും അച്ഛനാ. അമ്മ പോയ ശേഷം പിന്നെ അമ്മയുടെ വേർപാടറിയിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയത് എൻ്റെ അച്ഛനാ. അതുകൊണ്ട് ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ ശേഷം ഇത്തിരി ബോധത്തില് അച്ഛാന്നും പറഞ്ഞ ഞാൻ അലറിക്കരഞ്ഞത്. ഒന്ന് ഉയർന്നു നോക്കിയപ്പോ അച്ഛൻ മോനെന്ന് വിളിച്ചൊന്ന് ഞെരങ്ങിയെന്ന് തോന്നുന്നു. ഇത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഐസിയുയിൽ കിടന്ന് എനിക്ക് ബോധം വന്നത്. അപ്പോഴേക്കും എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. അങ്ങനെയുള്ള ഞാൻ അതിനുശേഷം ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് പരമാവധി ഒഴിവാക്കാറുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിന് മുഖം തിരിക്കാറേ ഉള്ളൂ. താൻ കിടക്ക്, തീരെ വയ്യ.
മേഘനൊന്നും സംഭവിക്കില്ല കണ്ണേട്ടാ. അവൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. വർക്ക്ഷോപ്പിലേക്ക് പോയപ്പോഴാ ലോറി തട്ടിയത്. എന്റെ കാർ കേടായില്ലായിരുന്നെങ്കിൽ ഞാനും ആ റൂട്ടിൽ പോയില്ലായിരുന്നല്ലോ. ദോഷസമയം വരുമ്പോൾ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങൾ തന്നെ അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഒരു കാരണം ഉണ്ടാക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.